പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? സ്നേഹമുള്ളവരെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളുടെ കല്യാണം കഴിഞ്ഞ ദിവസം വല്ലതും ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ ജന്മദിനം ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങൾ ജനിച്ച ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭർത്താവ് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? സ്നേഹമുള്ളവരെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അനേക കുടുംബങ്ങളിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ് ജന്മദിനം ഓർത്തിരിക്കാത്തതിൻ്റെ പേരിലും കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾ ഓർത്തിരിക്കാത്തതിൻ്റെ പേരിലും മക്കളുടെ ജനന തീയതി ഓർമ്മയില്ലാത്തതിൻ്റെ പേരിലും പലപ്പോഴും ഇന്ന് ദമ്പതിമാർ തമ്മിൽ ഭയങ്കര ബഹളങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരിക്കൽ ഭാര്യ തൻ്റെ ഭർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, നമ്മൾ കല്യാണം കഴിച്ച ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഭർത്താവ് പറഞ്ഞില്ല. നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേ, അതായത് എൻ്റെ ജന്മദിനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഭർത്താവ് പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഒന്നും വേണ്ട, നമ്മുടെ മക്കൾ ജനിച്ച ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭർത്താവ് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഓർമ്മയുള്ളത് എന്ന് പറഞ്ഞ് ഭാര്യ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. എല്ലാ ചോദ്യങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയോടൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് നമ്മളെടുത്ത ലോണിൻ്റെ ഡേറ്റും അതിൻ്റെ പലിശയും എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ഭാര്യ പറഞ്ഞില്ല. ആ ലോണ് എന്ന് അടച്ച് തീരുമെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഭാര്യ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെടുത്ത പലിശ എത്ര കൊടുക്കണമെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഭാര്യ പറഞ്ഞ്, എനിക്ക് ഓർമ്മയില്ല. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. എന്നാൽ പലപ്പോഴും ഒരു വ്യക്തി എത്രയോ വലിയ കാര്യങ്ങളും തലയെ ചുമന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു ബർത്ത്ഡേ ഓർമ്മിക്കാത്തതിൻ്റെ പേരിലോ കല്യാണ ദിവസം ഓർമ്മിക്കാത്തതിൻ്റെ പേരിലോ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു വ്യക്തിയുടെ തലയിൽ എന്തോരം ഭാരം ചുമന്നുകൊണ്ടാണ് ആ വ്യക്തി നടക്കുന്നത്. ആ വ്യക്തി എന്നും ചിന്തിക്കുന്നത് തൻ്റെ കുടുംബം എങ്ങനെ പട്ടിണി കൂടാതെ ഓരോ ദിനം കടന്നു പോകാൻ സാധിക്കും, അല്ലെങ്കിൽ താൻ മേടിച്ച പലിശ അല്ലെങ്കിൽ പൈസ അത് പലിശ സഹിതം എങ്ങനെ കൊടുക്കുവാനായിട്ട് സാധിക്കും, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പട്ടിണിയില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, തൻ്റെ ഭാര്യയും മക്കളും എങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഇതൊക്കെയായിരിക്കും ഒരു വ്യക്തിയുടെ തലയിൽ മുഴുവൻ. ഇതും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യയുടെ ജന്മദിനത്തെക്കുറിച്ചോ വിവാഹ ദിവസത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ചോ ഒന്നും ചിലപ്പോൾ ഒരു വ്യക്തി ഓർത്തു എന്ന് വരികയില്ല. പലപ്പോഴും നമ്മൾ ഇതൊക്കെയാണ് പലപ്പോഴും ഇമ്പോർട്ടൻ്റായിട്ടും അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതായിട്ടും കാണുന്നത്. എന്നാൽ ഓർത്തു നോക്കുക, ഇതിലും വലിയ ഭാരം ചുമന്നുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പങ്കാളികൾ ജീവിക്കുന്നു എന്ന് ഓരോ കുടുംബിനികളും മനസ്സിലാക്കി ജീവിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിടുമ്പോൾ അതിലും വലിയ കാര്യങ്ങളുമായി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്. എല്ലാ ദുഃഖങ്ങളും മറന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.